ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കടിൽ ക്ലൗഡ്. ഏകദേശം ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഞാനിങ്ങനെ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് പറയാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗിവ് അവേ വീഡിയോ ആണ്. ഫൈനലി ഏകദേശം 500K ആയ ടൈമിൽ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ 700K ആയി. അപ്പോൾ എന്താണെങ്കിലും റീസൺസും എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോ തന്നെ പറയാം. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ 2 റീസൺസ് ആയിരിക്കും ഉണ്ടാവുക. ഒന്നല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ സ്ഥിരം പ്രേക്ഷകരായിരിക്കും, അല്ലെങ്കിൽ ഗിവ് അവേ വീഡിയോ കണ്ടിട്ട് ഗിവ് അവേ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നവരായിരിക്കും. ആരാണെങ്കിലും ഈ വീഡിയോയിലോട്ട് വെരി വെരി വെൽക്കം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ചാനൽ ഇഷ്ടപ്പെടും. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഗിവ് അവേ ഇത്ര ലേറ്റ് ആയതെന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഡാഡി എന്ന് പറഞ്ഞാൽ അമ്മയുടെ അച്ഛനാണ്. അമ്മയുടെ അച്ഛന് കുറച്ച് വയ്യാതായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോസ് ഒന്നും കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് നമ്മുടെ ഗിവ് അവേ ഇത്രയും ലേറ്റ് ആയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഗിവ് അവേ ഓർഡർ ചെയ്തതിന് ശേഷം സാധനം കയ്യിൽ കിട്ടാൻ കുറേ ദിവസം എടുത്തു. പിന്നെ നമ്മൾ വീഡിയോ ഇടുന്ന ടൈമിൽ എനിക്ക് ഗിവ് അവേ വീഡിയോസിൽ ഫസ്റ്റ് ഇതേപോലെ വന്ന് പേഴ്സണലി ഇതേപോലെ സംസാരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. കാരണം എനിക്ക് ഇങ്ങനെ നേരിട്ട് വന്നിട്ട് താങ്ക്സ് പറയാനുള്ള ഒരേ ഒരു അവസരമാണ്. കാരണം ഷോർട്സിലൊന്നും നമ്മൾ ഫേസ് കാണിച്ച് അങ്ങനെ ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ റീസൺസും കൊണ്ടാണ് നമ്മുടെ ഗിവ് അവേ ഇത്ര ലേറ്റ് ആയത്. എന്താണെങ്കിലും ഗിവ് അവേ ലേറ്റ് ആയെങ്കിലും നല്ല ലേറ്റസ്റ്റ് ആയിട്ടാണ് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഇനി അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനൽ ഇപ്പോൾ 700K കഴിഞ്ഞു. 700K കഴിയാന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 9 months 10 months എന്തോ ആയിട്ടുള്ളൂ. ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ 7 ലക്ഷത്തോളം ആൾക്കാർ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അത്. എന്താണെങ്കിലും അതിനൊക്കെ ഒരുപാട് താങ്ക് യു. ഈ ഒരു താങ്ക് യു പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഫേസൊക്കെ കാണിച്ച് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇരുന്നത് തന്നെ. എന്താണെങ്കിലും കുറേ പേര് നല്ല നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. കുറേ പേര് പേഴ്സണലി ചേച്ചിന് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. എല്ലാവർക്കും ഒരു ഹ്യൂജ് താങ്ക് യു. എനിക്കിപ്പോൾ ആരി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഓരോ ആൾക്കാർ വിളിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു കുളിരാണ്. ആരി ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണേലും താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. ഇനിയും ആ ഒരു സപ്പോർട്ട് മുൻപോട്ട് വേണം. ഓക്കെ, താങ്ക് യു. പിന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ പഴയ പോലെ കമൻസിന് അധികം റിപ്ലൈ തരാറില്ല. ജാടയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചില കമൻസൊക്കെ ഞാൻ കാണാറുണ്ട്. ചില കമൻ്റ് അല്ല, ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൾ ആക്ച്വലി പോസിറ്റീവായിട്ട് എന്താ തരാത്തതെന്നുള്ള രീതിയിൽ ചോദിച്ചതാണ്. പക്ഷേ എനിക്ക് അതിനും കൂടെ ഒന്ന് എക്സ്പ്ലനേഷൻ തരണം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. വേറൊന്നുമല്ല, ഇപ്പം നമ്മുടെ ചാനലിൽ അത്യാവശ്യം കുറേ കമൻസ് വരാറുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വീഡിയോയിൽ ഒരു 10-30 കമൻറ്റ് വന്നു, 100 കമൻറ്റ് വന്നു. ആ ഒരു ഇതായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ വീഡിയോസും നോക്കി കമൻസിനൊക്കെ റിപ്ലൈ തരാനായിട്ട് ഈസി ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ വീഡിയോസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ 300ഓളം കമൻസ് വരാറുണ്ട്. ബൈ ദ വേ, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. 300ഓളം കമൻസ് വരാറുണ്ട്. അപ്പോൾ അത്രയും കമൻസിന് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് റിപ്ലൈ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. അപ്പോൾ സ്റ്റുഡിയോ ഒക്കെ എടുത്തു കഴിയുമ്പോൾ പഴയ വീഡിയോസ് മുതൽ ഇപ്പോൾ ഇട്ട വീഡിയോ വരെയുള്ള കമൻസ് ഓൾട്ടർനേറ്റീവായിട്ട് പുതിയ കമൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു 10 കമൻറ്റ് റിപ്ലൈ കൊടുത്ത് വല്ലവരുടെയും പോകാനായിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും വന്നു കഴിഞ്ഞാൽ പുതിയൊരു 10 കമൻറ്റിനായിരിക്കും നമ്മൾ അടുത്തത് റിപ്ലൈ കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ കമൻസ് പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കാനോ റിപ്ലൈ കൊടുക്കാനോ ഒന്നും പറ്റാറില്ല. ആ ഒറ്റൊരു റീസൺ കൊണ്ടാണ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത്. അല്ലാതെ ഈ ഓരോ ആൾക്കാർ പറയുന്ന പോലെ എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സ് കൂടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ജാട കൂടി, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്നുള്ള വാക്കൊന്നും എനിക്കൊന്നും ചേരുന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള കണ്ടൻറ് ഒന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു ഹോബി കണ്ടൻറ് അല്ലേ. അപ്പോൾ എന്തായാലും ജാടയാണെന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി പറയാം, ജാടയൊന്നും ഇല്ല ഗൈസ്, എനിക്ക് ജാടയൊന്നും ഇല്ല. ഞാനത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും അത്രയേ ഉള്ളൂ. ഞാൻ ഇന്നും എന്നും അന്നും എപ്പോഴും നിങ്ങളുടെ ആരി ചേച്ചി ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു ഗീവ് അവേ എത്ര കേട് ഗീവ് അവേ ആണെന്ന് ആരും ചോദിക്കരുത്. കാരണം എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. ഞാൻ തന്നെ ആലോചിക്കും ഇതിപ്പോൾ എത്രാമത്തെ കേട് ഗീവ് അവേ ആണ്. കാരണം 500Kക്ക് കൊടുക്കേണ്ടതായിരുന്നു. ഇപ്പോൾ 500K 600K 700K 3K കൂടെ ചേർത്തിട്ടുള്ളൊരു ഗീവ് അവേ ആണ്. കുഴപ്പമില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ എന്താ പറയുക ചെറിയ ഗീവ് അവേ ഒക്കെ വെക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ Kയും കൂടെ ചേർത്തിട്ടൊരു ഗീവ് അവേ ആണ് ഇത്. ഈ ഒരു ഗീവ് അവേയിൽ നമ്മൾ മൊത്തം 15 പേർക്കായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത്. ആ 15 ഗിഫ്റ്റ് ഞാൻ ഓൾറെഡി ചില വീഡിയോസിലൊക്കെ ഓരോ എന്തൊക്കെയാണ് ഗിഫ്റ്റ് എന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട്. അതായത് ജേണൽ കിറ്റില്ലേ,
എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല ഗൈസ്. എൻ്റെ ഗിഫ്റ്റൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ട് കുറേ ആയതുകൊണ്ട് തന്നെ അല്ല ഇപ്രാവശ്യം ജേർണൽ കിറ്റില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നേ ഓർമ്മയില്ല. എന്തൊക്കെയാണെങ്കിലും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ മറ്റേ ഡോംസിൻ്റെ കളറിങ്ങിൻ്റെ ആ സംഭവങ്ങൾ, പിന്നെ ഒരു കുപ്പി, ഓർഗനൈസർ, വാൾ പോസ്റ്റർ, ബെഡ്ഷീറ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ, പിന്നെ മറ്റേ ലാമ്പ്, അങ്ങനെ കുറേ ഐറ്റംസാണ് നമ്മുടെ ഈ ഒരു ഗിവ് അവേയിലുള്ളത്. ആൻഡ് എല്ലാം അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ. ഞാൻ കുറേ മീഷോയിൽ കുത്തിയിരുന്ന് കണ്ടുപിടിച്ച സാധനങ്ങളാണ്. അപ്പോൾ ആ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഇനി ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എല്ലാം കൂടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഗിഫ്റ്റൊക്കെയാണ് നമ്മുടെ ഗിവ് അവേയിലുള്ളത്. ഗിവ് അവേ റൂൾസിനെ പറ്റി പറയാനാണെങ്കിൽ റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് സ്നേഹത്തോടെ തരുന്നൊരു ഗിവ് അവേ ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, ആ ഒരു റൂള് മാത്രമേ ഉള്ളൂ. കാരണം ഫോണിൽ അധികം സ്പേസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കൊടുക്കുക, ആർക്കാ കൊടുക്കുക എന്നുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ആൻഡ് ബൈ ദ വേ ഗൂഗിൾ ഫോം കഴിഞ്ഞ തവണ ഏകദേശം 20,000 പേരോളം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 15 പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കൊടൂര ടാസ്ക് ആയിരുന്നു. ഞാൻ അങ്ങനെ എന്താ പറയുക, ബോട്ടോ അല്ലെങ്കിൽ ChatGPT ഇട്ടിട്ടൊന്നും അല്ല ചെയ്തത്. എല്ലാ കമൻസും വായിച്ചാണ് ഞാൻ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗിവ് അവേയിൽ കിട്ടാത്തവർ വിഷമിക്കരുത്. നമ്മൾ എന്തായാലും ഇടക്കിടക്ക് ഓരോ ഗിവ് അവേ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് ഇന്നേ വരെ ഗിവ് അവേ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതങ്ങനെയാണ് ഗൈസ്. ഞാൻ ഇഷ്ടംപോലെ ആൾക്കാരുടെ ഗിവ് അവേയിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നേ വരെ എനിക്കും ഒരു ഗിവ് അവേ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഗിവ് അവേ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കരുത്. ഗിവ് അവേ കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ ആരും എന്നെ ചീത്ത വിളിക്കരുത്. കാരണം കുറേ പേര് ഗിവ് അവേ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ ചീത്തയൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് ചീത്ത പറയരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൂള് മനസ്സിലായില്ലേ, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം. അതങ്ങനെ എന്താ പറയുക, സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എല്ലാവരും പറയും സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്, അതൊന്നും കാര്യമില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു തോട്ടല്ല. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനാണ് ഞാൻ കൊടുക്കുന്നത്, അല്ലാണ്ട് വഴിയെ പോകുന്ന ആൾക്കാരെ വിളിച്ച് കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗിവ് അവേസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം. ഇപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാതെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഞാനത് അറിയാനൊന്നും പോകുന്നില്ല. ആൻഡ് പിന്നെ നമ്മൾ വന്ന് ഓരോ വീഡിയോസിലും സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണസ്റ്റ്ലി പറയാനാണെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും ഡ്രീമാണ് 1 മില്യൺ അച്ചീവ് ചെയ്യുക, ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടുക. അപ്പോൾ അതിലോട്ടുള്ള എൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആണ് നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അത്രയേ ഉള്ളൂ. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ഗീവ് അവേയുടെ റൂൾസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി എപ്പോഴും റിസൾട്ട് പറയാമെന്നുള്ളത് പറഞ്ഞുതരാം. റിസൾട്ട് ആസ് യൂഷ്വൽ 2 വീക്ക് ടൈമാണ്. ഇന്നിപ്പോൾ April 7 ആയിരിക്കും അപ്പോൾ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ 7 എന്ന് പറയുമ്പോൾ April 21 നമ്മൾ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. ഇനിയിപ്പോൾ എന്താ ഗിഫ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വീഡിയോ എടുത്ത സമയത്ത് ഞാൻ 2 മിനിറ്റ് പോലും സംസാരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും സംസാരിച്ചത്. പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് 8 മിനിറ്റോളം ഞാൻ സംസാരിച്ചു. എന്താണെങ്കിലും നമ്മുടെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു LED ലാമ്പാണ്. സംഭവം കാണുന്ന പോലെ അല്ലടാ, അടിപൊളി സാധനമാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു റിമോട്ട് കിട്ടും. ഈ ഒരു റിമോട്ട് വെച്ചിട്ട് നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ലൈറ്റ് എങ്ങനെ വരണം എന്നുള്ള പാറ്റേൺസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ്. ഇനി നമ്മുടെ സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്നത് ഇതും ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ഒരു മഗ് ആൻഡ് സോസർ സെറ്റാണ്. സാധാ മഗ് ആൻഡ് സോസർ അല്ല, നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ലേ. ഇനി നമ്മുടെ തേർഡ് പ്രൈസ് ഞാൻ വെറൈറ്റിക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ്. വേറെ ഒന്നുമല്ല, ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബെഡ്ഷീറ്റാണ്. ഈ ഒരു ബെഡ്ഷീറ്റ് ആക്ച്വലി ഞാൻ ഡെമോയ്ക്ക് വേണ്ടി വിരിച്ചതായിരുന്നു. പക്ഷെ വിരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു സാധനം ഓർഡർ ചെയ്തിട്ട് അയച്ചു തരാമെന്ന്. ഇത് ആക്ച്വലി അവർ കോട്ടൺ ആണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കോട്ടൺ ഒന്നും അല്ല, അത്ര അടിപൊളി മെറ്റീരിയൽ എന്നൊന്നും പറയാനില്ല, എന്നാലും കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഇനി നമ്മുടെ ഫോർത്ത് പ്രൈസ്, ഇതിന് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഒന്നും വേണ്ട, കാരണം ഒരുപാട് തവണ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഓർഗനൈസറാണ്. യൂഷ്വലി ഞാൻ വൈറ്റ് ആണ് ഓർഡർ ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം ഇച്ചിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പീച്ച് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു ഓർഗനൈസറാണ് ഓർഡർ ചെയ്തത്. അഞ്ചാമത്തെ പ്രൈസിനെ പറ്റി എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഇത് ഞാൻ എപ്പോൾ കാണിച്ചോ അപ്പം ഞാൻ കുറച്ച് കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് മാത്രമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, കുറച്ചെങ്കിലും ബുദ്ധി വെക്കൂ. ഏതോ ഒരാൾ ഒരു സാധനം വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളത് വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, ഈ ഒരു സെല്ലർ ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ടല്ലല്ലോ ഉണ്ടാക്കുന്നത്, എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ. അപ്പൊ അത്തരം മണ്ടത്തരങ്ങൾ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കുക. ഇനി സിക്സ്ത് പ്രൈസ് ഞാൻ ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് വീണ്ടും ആയിട്ടുള്ള ഒരു ബോ ബാഗാണ്. പക്ഷെ സങ്കടം
അതൊന്നും അല്ലടാ, ഞാൻ 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം നിങ്ങൾക്ക്, ഒരെണ്ണം എനിക്കും. പക്ഷേ സാധനം വന്നു കഴിഞ്ഞപ്പോൾ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിലാണ് ഞാനത് പൊട്ടിച്ച് നോക്കിയത്. കയ്യിൽ കിട്ടിയിട്ട് കുറേ ആയി, ഇനിയിപ്പോൾ തിരിച്ചയക്കാനൊന്നും പറ്റില്ല. എന്തായാലും 2 ബാഗിൻ്റെ പ്രൈസാണ് ഈ ഒരു ബാഗിനായി. പക്ഷെ കുഴപ്പമില്ല, സാധനം കാണാനും കുറച്ച് ഭംഗിയുണ്ട്. പിന്നെ നമ്മുടെ ഗിവ് അവേക്ക് വേണ്ടി അല്ലേന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലൊരു സമാധാനമൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിലും ഈ ഒരു ബാഗിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അടിപൊളി ക്വാളിറ്റിയാണ്. ഇനി നമ്മുടെ 7ാമത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഡോംസിൻ്റെ കളർ പെൻസിലാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഗിവ് അവേയുടെ സാധനങ്ങളൊക്കെ കാണിക്കുന്നതിൽ ഏറ്റവും ഫസ്റ്റ് കാണിച്ചത് ഈ ഒരു കളർ പെൻസിലൊക്കെയാണ്. ഒന്നും പറയാനില്ല ഗൈസ്, കളർ പെൻസിലിനെ പറ്റി അധികം പറയാനൊന്നുമില്ല. ഡോംസിൻ്റെ ആയതുകൊണ്ട് സംഭവം അടിപൊളിയാണ്. ഇനി 8ാമത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു ലെതർ ജേർണലാണ്. ഇതും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ മൊത്തത്തിൽ കാണാൻ തന്നെ ഭയങ്കര ലുക്കാണ്. അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിലെ പേജസ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിക്നെസ് ഉണ്ട്. നമ്മുടെ ഡ്രോയിങ് ബുക്കിൻ്റെ പേപ്പറില്ലേ, അതുപോലത്തെ ഒരു ക്വാളിറ്റി ഒക്കെയാണ്. അത് മാത്രമല്ല കുറേ പേജസും ഉണ്ട്. എന്തായാലും നല്ല വിൻറ്റേജ് ജേർണലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ജേർണൽ ബുക്കൊക്കെയാണ് ഇത്. ഇനി നമ്മുടെ 9th പ്രൈസ് നോക്കാനാണെങ്കിൽ വെള്ളം കുടിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസാണ് ഇത്. ഈ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ഞാനും. ഒരു ദിവസം ഞാൻ 1 ഗ്ലാസ് പോലും വെള്ളം കുടിക്കാതെ സുഖമായിട്ട് ഇരിക്കും. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇതേപോലത്തെ ഒരു 2 ലിറ്റേഴ്സിൻ്റെ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ നിങ്ങൾക്കും കൂടെ പ്രൈസായിട്ട് ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും അധികം ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ 10th പ്രൈസ്, ഇതും നമ്മുടെ ഡോംസിൻ്റെ അക്വാ കേക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം സാധാരണ നമ്മൾ വാട്ടർ കളറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്ത് മറ്റേ കളേഴ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ട് കളയാറല്ലേ പതിവ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കളേഴ്സൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ കളർ തീർന്നു പോയി കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്ത് പുതിയ സാധനം എടുത്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ ഒപ്പം തന്നെ അവർ 6 കളേഴ്സ് എക്സ്ട്രാ ആയിട്ട് വെച്ചിട്ടുമുണ്ട്. ഇനി നമ്മുടെ 11th പ്രൈസ് നോക്കാം. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ നമ്മൾ എല്ലാ തവണയും ഒരു ടംബ്ലർ വെക്കാറില്ല, ഇതേപോലെ മുത്തക്കുള്ളൊരു ടംബ്ലർ. അതിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരും ആണെന്നാണ് തോന്നണത്. രണ്ടും കാണാൻ ഏകദേശം ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഗ്ലാസ് സ്ട്രോയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതും വെള്ളം കുടിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത് നമ്മുടെ 12th പ്രൈസാണ്. 12th പ്രൈസ് ഈ ഒരു ഹാൻഡ് ബാഗാണ്. ഈ ഒരു ഹാൻഡ് ബാഗിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് ഞാൻ 2 ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്കിലും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ടോട്ട് ബാഗ് ഭയങ്കര എന്താ പറയുക, നല്ല അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയുമാണ്. ഇനി നമുക്ക് നമ്മുടെ 13th പ്രൈസ് നോക്കാം. 13th പ്രൈസിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വാൾ പോസ്റ്ററാണ്. വാൾ പോസ്റ്റർ ഒട്ടിക്കാനുള്ള ഗ്ലൂവും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അത് ഗ്ലൂ അല്ല, ടിഷ്യൂ ടേപ്പാണ്. അയ്യോ, ഒറ്റ സ്ട്രെച്ച് സംസാരിച്ചിട്ട് ശ്വാസം മുട്ടാൻ തുടങ്ങി ഗൈസ്. എന്താണെങ്കിലും ഒരു 50, 60, 70 ക്വാണ്ടിറ്റിയിൽ വരുന്ന ഒരു വാൾ പോസ്റ്ററാണിത്. റൂം മേക്കോറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള അഡീഷനും കൂടെയാണ്. ഇനി നമ്മുടെ 14th പ്രൈസും 15th പ്രൈസും ഏകദേശം സെയിം ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിരുന്നു. 3D പസിലാണ്. 3D പസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ പൊട്ടിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നില്ല. ഞാനത് മൊത്തം ക്ലിങ് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതിലുള്ള ഓരോ പീസസ് ഉണ്ടല്ലോ, അത് നമുക്കിങ്ങനെ പൊട്ടിച്ച് ഇതൊന്നും എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തിട്ട് ഓരോന്ന് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട് ആ ഒരു പിക്ചറിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ 15th പ്രൈസും ഇതേപോലെ തന്നെ ഒരു കഫേയാണ്. ആദ്യത്തെ നമ്മുടെ ബ്രെഡ് ഫാക്ടറി ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു 15th പ്രൈസ് ഒരു കഫേയാണ് ഗായ്സ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 15 ഐറ്റംസ് ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ഈ ഓരോരോ ഐറ്റംസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കണ്ട. ഇനി ഞാൻ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ഫോം ഓപ്പൺ ആവും. അതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. കറക്റ്റായിട്ട് ഫില്ല് ചെയ്തോന്നൊന്ന് റീചെക്കും കൂടെ ചെയ്യുക. പിൻകോഡിൻ്റെ സ്പെല്ലിംഗ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. ഇതിൽ കമൻസ് ഒഴിച്ച് ബാക്കി എല്ലാം മാൻഡേറ്ററി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ സാധനവും ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. ഒരാൾക്ക് ഒറ്റത്തവണ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഡിസ്ക്രിപ്ഷൻ എവിടെയാണെന്ന് അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ ഈ ഒരു ടൈറ്റിൽ ഉണ്ടാവുമല്ലോ, അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ആവും. അത്രയേ ഉള്ളൂ ഗൈസ് ഗൂഗിൾ ഫോം. പിന്നെ വെക്കേഷൻ ടൈമും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ എല്ലാവരുടെ വെക്കേഷൻ എങ്ങനെയൊക്കെ പോകുന്നു, എല്ലാവരും ഭയങ്കര അടിച്ചു പൊളിച്ചിരിക്കുകയാണോ, അല്ല ചിലർക്ക് ക്ലാസ് ഉണ്ടെന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് ഒക്കെ ഉണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയൂ. ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി വെക്കേഷന് കുറേ പ്ലാൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ലോങ് വീഡിയോ എങ്ങനെ വേണം, ഷോർട്സ് എങ്ങനെ വേണം എന്നുള്ളതൊക്കെ ഇപ്പം ഞാൻ പ്ലാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് പോകാനായിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അത്രയേ ഉള്ളൂ. Bye and also thank you so much again for your support. Okay guys, bye.